ഒരു കുഞ്ഞു കഥ പറഞ്ഞു തരട്ടെ. നമ്മുടെ ഉള്ളിലെ യഥാർത്ഥ മൂല്യം എന്തെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു മനോഹരമായ കഥ. ഒരു വലിയ കരിങ്കൽ പാത. അതിൻ്റെ ഒരു കോണിലായി കുറേ ഇരുമ്പ് കഷ്ണങ്ങൾ കിടപ്പുണ്ടായിരുന്നു. പൊടിയും ചളിയും പുരണ്ട് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ. വഴിയെ പോയവരൊക്കെ അതിനെ ഒരു വിലയുമില്ലാത്ത വസ്തുവായി കണ്ട് ചവിട്ടി മെതിച്ചാണ് കടന്നുപോയത്. ആരും അതിനെ ഒന്ന് ഗൗനിക്കുക പോലും ചെയ്തില്ല. അതുവഴി കടന്നു പോകുന്ന ആളുകളുടെ അവഗണനയും ചവിട്ടടിയും ഏറ്റുവാങ്ങി ആ ഇരുമ്പ് കഷ്ണങ്ങൾ സങ്കടപ്പെട്ടു. ഞങ്ങൾ വെറും വേസ്റ്റാണ്, ആർക്കും വേണ്ടാത്ത പാഴ്വസ്തുക്കൾ എന്നു കരുതി അവ സ്വയം നിരാശപ്പെട്ടു. ചുറ്റുമുള്ള സാഹചര്യങ്ങൾ അവയെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. അവ വെറും ഒന്നിനും കൊള്ളാത്ത ചെളിവെള്ളത്തിൽ മുങ്ങിയ ഇരുമ്പാണെന്ന്. അവ തങ്ങളുടെ വിധിയോർത്ത് കരഞ്ഞു. എന്നാൽ ഒരു ദിവസം ആ വഴി ഒരു വലിയ കാന്തം കടന്നുപോയി. അത് ആ കരിങ്കൽ പാതയ്ക്ക് മുകളിലൂടെ വെറുതെ ഒന്ന് നീങ്ങിയതേയുള്ളൂ. അത്ഭുതമെന്ന് പറയട്ടെ, അതുവരെ ചെളിയിൽ നിശ്ചലമായി കിടന്ന ആ ഇരുമ്പ് കഷ്ണങ്ങൾ ഒരൊറ്റ നിമിഷം കൊണ്ട് ശക്തമായി ചലിക്കാൻ തുടങ്ങി. ചെളിയുടെയും പൊടിയുടെയും കെട്ടുകളെല്ലാം ഭേദിച്ച് ആ ഇരുമ്പ് കഷ്ണങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പൊങ്ങി. ആ കാന്തത്തിലേക്ക് ശക്തമായി ആകർഷിക്കപ്പെട്ടു. അതിൽ ഒട്ടിപ്പിടിച്ചു. അപ്പോഴാണ് ആ ഇരുമ്പ് കഷ്ണങ്ങൾക്ക് ഒരു വലിയ സത്യം മനസ്സിലായത്. തങ്ങൾ വെറും പാഴ്വസ്തുക്കളല്ലായിരുന്നു. തങ്ങളുടെ ഉള്ളിൽ മറ്റാരെയും ആകർഷിക്കാൻ പോന്ന വലിയൊരു കാന്തിക ശക്തി ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നുവെന്ന്. അത്രയും കാലം തങ്ങൾ കിടന്നിരുന്ന സാഹചര്യവും തങ്ങളെ ചവിട്ടി മെതിച്ച മനുഷ്യരുമാണ് തങ്ങളുടെ മൂല്യം ഇല്ലാതാക്കി കാണിച്ചതെന്ന് അവ തിരിച്ചറിഞ്ഞു. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും സംഭവിക്കുന്നത് ഇതുതന്നെയാണ്. ചില തെറ്റായ മനുഷ്യരുടെ ഇടയിലോ സാഹചര്യങ്ങളിലോ ജീവിക്കുമ്പോൾ നമ്മൾ വെറും പരാജയമാണെന്ന് നമുക്ക് തോന്നിപ്പോകും. നിങ്ങളെ നിരന്തരം കുറ്റപ്പെടുത്തുന്ന, നിങ്ങളുടെ കഴിവിനെ വിലമതിക്കാത്ത ആളുകളുടെ കൂടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ പ്രകാശം പോലും കെട്ടുപോയെന്ന് വരാം. എന്നാൽ നിങ്ങളുടെ യഥാർത്ഥ മൂല്യം തിരിച്ചറിയുന്ന, നിങ്ങളെ മാനിക്കുന്ന, നിങ്ങളെ ഉയർത്താൻ കഴിവുള്ള ശരിയായ മനുഷ്യരിലേക്ക് നിങ്ങളെത്തുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഉള്ളിലെ കഴിവുകൾ പുറത്തു വരും. നിങ്ങൾ ലോകം അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ഒരു മികച്ച വ്യക്തിയായി മാറും. ചെളിയിൽ കിടന്നതുകൊണ്ട് ഇരുമ്പിൻ്റെ ഉള്ളിലെ ശക്തി മാറുന്നില്ല. അതുപോലെ ഇന്നത്തെ നിങ്ങളുടെ മോശം സാഹചര്യം നിങ്ങളുടെ കഴിവില്ലായ്മയല്ല. അതുകൊണ്ട് ഇപ്പോൾ നേരിടുന്ന അവഗണനയിലോ പരാജയങ്ങളിലോ തളരരുത്. സ്വർണം ചെളിയിൽ കിടന്നതുകൊണ്ട് അതിൻ്റെ മൂല്യം കുറയുന്നില്ല. അതുപോലെ ചില മോശം സാഹചര്യങ്ങൾ കാരണം നിങ്ങളുടെ മൂല്യം ഇല്ലാതാകുന്നുമില്ല. നിങ്ങൾ വെറും പാഴ്വസ്തുവല്ല. ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ട മനുഷ്യ, നിങ്ങൾ ഒട്ടും മൂല്യമില്ലാത്ത വ്യക്തിയല്ല. നിങ്ങളുടെ ഉള്ളിലെ ആ യഥാർത്ഥ പ്രകാശം ഈ ലോകം തിരിച്ചറിയുന്ന സുന്ദരമായ നാളുകൾ അത്രമേൽ വേഗത്തിൽ നിങ്ങളെ തേടിയെത്തട്ടെ. അതുവരെ ഒന്നിനു വേണ്ടിയും നിങ്ങൾ സ്വയം വില കുറച്ച് കാണാതിരിക്കൂ. ഒരുപാട് സ്നേഹത്തോടെ റാബിയ അബി, ലക്ഷദ്വീപ്.